മക്കളെ സുഖങ്ങളിൽ നിങ്ങൾക്കെല്ലാം എനക്കും സുഖമായിട്ടിരിക്കുന്നത്. എൻ്റെ മോൻ പെട്ടെന്ന് പറയാണ്ട് വന്നിന് അങ്ങനെ ചെറിയൊരു ഭക്ഷണം, നല്ല നാടൻ ചോറ്, അതന്നെ പെട്ടെന്ന് ഓൻ അറിയാതെ വന്നതാണ്. അപ്പം നമുക്ക് വെച്ചിന് എന്തെന്ന് അത് ഓനും കൊടുക്കാൻ വേണ്ടിയിട്ടില്ല പ്ലാനാണ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് കൂന്തൽ കിട്ടീന് അത് ഫ്രൈ ആക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് വന്നിട്ട് കായട്ടിത് ചട്ടി നല്ല നല്ല ചൂടായി എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട്. കായം ഇതിലേക്ക് ഞാൻ 2 നീരുള്ളി മുറിച്ചതുണ്ട്, 2 നീരുള്ളി, ഇഞ്ചി വെളുത്തുള്ളി കുറച്ച്, ഒരു 3 പച്ചമുളക് എല്ലാം ഇട്ട് നന്നായി ഒന്ന് പാടിട്ട് ഒരു 1/2 സ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ഇടുന്നുണ്ട് വാടാൻ വേണ്ടിയിട്ട്. ബാക്കി കുറച്ച് കഴിയുമ്പോൾ മീനെല്ലാം ഇട്ടതിൻ്റെ ശേഷം നമുക്ക് ഇടാം. തക്കാളിയെല്ലാം ഇട്ടതിൻ്റെ ശേഷം നന്ന വാടുമല്ല, ഉപ്പിട്ട വേഗം വാടും. ഞാൻ 2 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്, ഉള്ളിയിലേക്ക്. അപ്പം നന്നായി ഒന്ന് വാടിയിട്ട് ഇതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് പോട്ടിട്ട് ഉണക്കായി പോയി മോൻ വന്നോണ്ട് അതുകൊണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ നേരമ്പം വറുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെ നേരമ്പ എന്നാണ് പറയല്, നിങ്ങളെ നാട്ടിൽ ഓരോരോ സ്ഥലത്ത് ഓരോരോ പേരല്ലേ. നമ്മളിവിടെ നേരമ്പലാന്ന് പറയല്. ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട്, ഇതാ നമ്മളിവിടെ നേരമ്പലാന്ന് പറയല്. നേരമ്പം വറുക്കാൻ ഇപ്പുറം വെച്ചിട്ടുണ്ട്. നല്ലോണം ചട്ടി കായട്ടെ, നന്നായി വാടാൻ വേണ്ടിയിട്ട് ഞാനിത് അടച്ചു വെക്കുന്നുണ്ട്. നന്നായി വാടും. അങ്ങനെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാനിട്ട് ഇതാ ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെള്ളം ഇതിലേക്ക് വേണ്ട, വെള്ളം തന്നെ നരമ്പയിൽ വെള്ളം ഇറങ്ങും, വെള്ളം നന്നായി ഇറങ്ങും. ഇനി നമുക്കിത് അടച്ചു വെക്കാം. വെള്ളം നന്നായി 2 സ്പൂണ് മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട്, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇടാം. തക്കാളിയും എല്ലാം ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായി വാടി പിന്നെ അതിലേക്ക് ഞാൻ ഇടാം കൂന്തൽ മുറിച്ചത്. ഞാൻ വെള്ളമെല്ലാം കളയാൻ വേണ്ടിയിട്ട് അരിപ്പിയിൽ വെച്ചിട്ടുണ്ടതിന് നന്നായി വെള്ളമെല്ലാം കളഞ്ഞ് ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഈ അടച്ചു വെക്കാം, അടച്ചു വെച്ച് വേവട്ടെ. കൂന്തലിന് കുറച്ച് വേവുണ്ടല്ലോ, അപ്പം നന്നായി ഇത് വേവട്ടെ. നരമ്പയിൽ തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പും ഇട്ട് പിന്നെ നന്നായി ഇത് വേവട്ട് വെന്തതിൻ്റെ ശേഷം പിന്നെ കാണാം. അടച്ചു വെക്കാം. അങ്ങനെ നരമ്പ വറവ് ഇതാ ഇവിടെ റെഡിയായി, വെള്ളമെല്ലാം ആറി നല്ല ഇതാ വെള്ളമെല്ലാം ആറി എന്ന് നമുക്കിത് മാറ്റി വെക്കാം. കറിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിന് വെന്തോ നോക്കട്ട്. ചോറ് വെന്ത് പിന്നെ നമുക്കിത് വാർത്തെടുക്കാം. വെക്കാം, കുറച്ച് തിളച്ചു പിന്നെ നമുക്കിത് വാർക്കണം. ഓരോരോ നാട്ടിലും ഓരോരോ സംവിധാനമല്ലേ. നമ്മളിവിടെ വാർക്കുന്നത് ഇങ്ങനെയാണ് മക്കളെ ചോറ്. ഓരോരോ എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിലെല്ലാം ഊറ്റിയിടലാന്ന് ചോറ്. ഇവിടെ നമ്മുടെ വീരശ്വര നാട്ടിൽ ഇങ്ങനെ വാർക്കലാണ്. കൂന്തൽ വറവ് ഫ്രൈ ആക്കുന്നുണ്ട്, ചോറ് വാർക്കുന്നുണ്ട്, എല്ലാം തിരക്കി മോൻ പറയാതെ വന്ന് അപ്പം തിരക്കായിപ്പോയി. ഇങ്ങനെയാണ് ഞങ്ങളെ നാട്ടിൽ വറക്കുന്നത്. ഒരു നാട്ടിൽ ഓരോ ഇതല്ലേ. എൻ്റെ മാപ്പിളുടെ നാട് മലപ്പുറമാണ്, അപ്പം അവരാണ് ഊറ്റിയിടും ചോറ്. നമ്മളിവിടെ ഇങ്ങനെ വറക്കും. കൂന്തൽ നന്നായി ഇതാ ഫ്രൈ ആയി. അതിലേക്ക് ഞാൻ കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഇത് നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് കുറച്ച് നങ്കുണ്ടായിന്, അത് ചാറ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഇതിൽ ഒരു തക്കാളി, 2 പച്ചമുളക്, നല്ല കുടംപുളിയും, നല്ല കറുത്ത കുടംപുളി, ഇതാ കുടംപുളിയും ഇട്ട് നന്നായി തിളക്കട്ട്. നന്നായി തിളക്കട്ട് മൂടി വെച്ച് ഞാൻ ചാറ് നല്ല തിളവന്ന് അതിലേക്ക് ഞാനിതാ നങ്ക് ഇടുന്നത്. നമ്മളെ നാട്ടിലൊരു നങ്ക് എന്നാന്ന് പറയല്, തെക്ക നാട്ടിലെല്ലാം മാന്തൽ എന്നൊക്കെ പറയും, ഇവിടെ നങ്ക് എന്നാന്ന് പറയല്. തിളക്കട്ട് പെട്ടെന്ന് മോൻ വന്നതല്ലേ, മോന് സ്പെഷ്യലായിട്ട് ഒന്നും ആക്കിയിട്ടൊന്നുമില്ല, പറയാതെ വന്നതാണ്. അതുകൊണ്ട് നമ്മ ഭക്ഷണം കഴിക്കുന്ന അതേ ഭക്ഷണം തന്നെ ഓന്.
അങ്ങനെ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചീനച്ചട്ടിയിൽ ഒഴിച്ച് നല്ല തിരക്ക് ചാറ് കറി ഇപ്പോൾ തിളക്കുന്നുണ്ട്. നല്ല തിരക്കിലാതില്ല. മുളകുണ്ട്, അത് ഫസ്റ്റ് ഞാൻ എണ്ണയിലിടുന്നതിൻ്റെ പൊരിച്ചെടുക്കാം. അങ്ങനെ കൊണ്ടാട്ട മുളക് പൊരിച്ചിടുന്നുണ്ട്. എന്നിട്ട് വേണം പപ്പടം പൊരിക്കാൻ. പൊരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ചാറ് കറിയുടെ റെഡിയായി മാറ്റി വെക്കാം. അങ്ങനെ നമ്മളെ അടിപൊളി ചോറ്, നല്ല പഴുകരിയുടെ ചോറ്, നല്ല നങ്ക് ചാറ്, കൂന്തൽ ഫ്രൈ, പപ്പടം, കൊണ്ടാട്ട മുളക്, നല്ല തേരമ്പ വറവ്, കഴിച്ച് നോക്കട്ടെ മക്കളെ, നോക്കട്ടെ എങ്ങനെയുണ്ട്. സൂപ്പർ. മക്കൾക്ക് വേണോ? നല്ല ഭാഗം ചോറിക്കാം നമുക്ക്. ചായയായി. ഇപ്പൊ ഉള്ളിയപ്പം പൊരിക്കുന്നുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഇടുന്നുണ്ട്. പൊരിയട്ടേന് അവിടെ വൈകുന്നേരം ചായ ആക്കി. ഇപ്പം മോനും വേണ്ടിയിട്ട് ഉള്ളിയപ്പം ഇതാ പൊരിച്ചിട്ട് എടുക്കുന്നതാ. ഉള്ളിയപ്പം പൊരിക്കുന്നത് എന്നിട്ട് വേണം ചായ കുടിക്കാൻ. ഉള്ളിയപ്പം റെഡിയായി. നമ്മുടെ ഉള്ളിയപ്പം ഇവിടെ റെഡിയായി. ഞാൻ ഇതാ തിന്നുന്നു. ഇതാ വെള്ളം, ചൂട് വെള്ളം, ഉള്ളിയപ്പം കഴിക്കുന്നു. രസം കൂടെ നോക്കട്ടെ. സൂപ്പർ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വീഡിയോ കാണുന്നവരും നിങ്ങൾ ലൈക്ക് ഇടാൻ മറക്കരുത്. ലൈക്ക് ഇട്ടെങ്കിലും മറ്റുള്ളവർക്ക് എത്തും. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരെ. അസ്സലാമു അലൈക്കും.